ഹലോ, ഹായ് കൂട്ടുകാരെ. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ടോ, നല്ല സൂപ്പർ മിക്സറാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കിയിട്ട് വരാം. ഓക്കേ, അപ്പോൾ നമുക്ക് ഇന്ന് മിക്സർ ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ മിക്സറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് കടല, പൊട്ടുകടലയാണ് വേണ്ടത്. ശരിക്കും പൊട്ടുകടല എൻ്റെ കയ്യിലില്ല. അപ്പോൾ നമ്മൾ ഇത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ്, കടലമാവ് വേണം. ഇത് കായപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി, കടലമാവ്, 2 സ്പൂൺ അരിപ്പൊടി. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഒരു വലിയ പാത്രം വെച്ചു. ആ പാത്രത്തിലേക്ക് നമുക്ക് കടലമാവ് ഇട്ട് കൊടുക്കാം. കടലപ്പൊടിയാണ്, അത് ഇട്ട് കൊടുക്കാം. ഇതൊരു 2 കപ്പിൻ്റെ അടുത്തുണ്ട്. രണ്ട് കപ്പിലേക്ക് 2 സ്പൂൺ ഇത് ഇടിയപ്പത്തിൻ്റെ അത് പൊടിയാണ്. ഇടിയപ്പത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് ആവശ്യമായിട്ട് മുളക് പൊടി ഇത് എരിവ് ഉള്ളതും എരിവില്ലാത്തതും കൂടിയാണ്. അപ്പോൾ അത് കാരണം ഞാനൊരു 3/4 ടീസ്പൂണായിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, ഈ പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്യണം. അരിപ്പൊടി, മുളക് പൊടി ഒക്കെ ഒന്ന് മിക്സ് ആവട്ടെ. അപ്പം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് ഒരു 3/4 കപ്പ് നമുക്ക് മാറ്റി വയ്ക്കാം. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഈ മിക്സറിനകത്തുള്ള ഉണ്ട ഉള്ള പോലെയുള്ള സാധനം ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയെടുക്കാനാണ്. ഒരു 3/4 കപ്പ് മതി. ബാക്കി ഇത് നമുക്ക് നന്നായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് കുഴച്ചെടുക്കാം. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ നമുക്ക് കുഴച്ചെടുക്കാം. ആയതുകൊണ്ട് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്താൽ മതി. ഇനി അരിപ്പൊടി ചേർക്കുന്നത് കൊണ്ട് അപ്പം ഒട്ടാൻ സാധ്യതയില്ല. നമുക്ക് കയ്യിലേക്ക് ഒരു നുള്ള് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കൊടുക്കാം. കയ്യിൽ ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു മണം കിട്ടും. ഇതിന് നമുക്ക് നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന സേവനാഴിയിൽ നമുക്കിത് തിരിച്ചെടുക്കണം. നമുക്ക് ഇതിവിടെ ഇരിക്കട്ടെ.
ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന 3/4 കപ്പ് പൊടി ഇതിൽ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇതൊന്ന് ദോശമാവിൻ്റെ പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് കട്ടയൊന്നും ഇല്ലാതെ ഈ പരുവത്തിലാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കണത് നമുക്കൊന്ന് നോക്കാം. ഇത് ഇടിയപ്പത്തിൻ്റെ ഈ തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ തുളയുള്ള ഇത്. അത് നമുക്ക് ഈ സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് സേവനാഴിയിലുള്ളത് ഈ എണ്ണയിലേക്ക് ഇങ്ങനെ പിഴിഞ്ഞൊഴിക്കാം. മാങ്ങ വരട്ടെ. ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക്. ഇങ്ങനെ ഇരിക്കുന്നതിന് ശേഷം നമുക്കിത് ചൂടാറി കഴിയുമ്പോൾ പൊടിച്ചിട്ട് കൊടുക്കണം. നമ്മൾ ഈ മിക്സറിലൊക്കെ ഇങ്ങനെ കിടക്കണം കണ്ടിട്ടില്ലേ, അത് നമുക്ക് പൊടിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് കോരിയെടുക്കാം. ഇത് ചൂടാറിയിട്ട് നമുക്ക് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് നമുക്ക് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ചൂടാറട്ടെ, നമുക്ക് ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് നമ്മൾ മിക്സറിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു ഉണ്ട പോലെ ഇങ്ങനെ കിടക്കില്ലേ, കടല പോലെ. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതിന് ഞാൻ ഇതുപോലെയുള്ളൊരു തുളയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ ഈ മാവ് ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെയായി വരും. അത് നമുക്ക് കോരിയെടുക്കണം. ഇത് നമുക്കിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കണമെങ്കിലും അത് കോരി തണുത്ത് കഴിയുമ്പോൾ അതിങ്ങനെ വേറെ വേറെ വിട്ട് വരും. ഇതിങ്ങനെ കിടക്കണമെന്നുകൊണ്ട് ആരും കഴിയും ഇതിങ്ങനെ കട്ടയായി പോയതൊന്നും വിചാരിക്കേണ്ട. അത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും. നമുക്കിത് ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് ആയി വരട്ടെ കൊഴിയും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ഇട്ട് കൊടുക്കാൻ പോകുന്ന കടലയാണ്. ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം.
കടലയുടെ ഒരു പരുവം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടലാണ്. അപ്പൊ ഇത് ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ കടല ആയി എന്നാണ് അതിന്റെ അർത്ഥം. അപ്പം നമുക്കിതൊന്ന് ഇളക്കിയിട്ട് നമുക്കിത് കോരാം. അപ്പം നമ്മുടെ കടലയുടെ പൊട്ടലെല്ലാം തീർന്നു. അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലേക്ക് കോരിയിടാം. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈ കടലപ്പരിപ്പാണ്. ഇതിനകത്ത് പൊട്ടുകടലയാണ് വേണ്ടത്. ഇനി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്തത്. ഇതിൻ്റെയും പരുവം എന്ന് പറഞ്ഞാൽ അതാ ഈ എണ്ണ ഇങ്ങനെ ചീറലും നിർത്തി കഴിയുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. അപ്പോഴാണ് ഇത് പാകമാവുന്നത്. എണ്ണ ഏകദേശം ഇതായി തുടങ്ങി. നമുക്ക് ഇതും കൂടെ ഇതിനകത്ത് കോരിയെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് 2-3 വെളുത്തുള്ളി, നമ്മൾ ഈ മിക്സറിലൊക്കെ കണ്ടിട്ടില്ല ഇങ്ങനെ വെളുത്തുള്ളി കിടക്കുന്നത്, അപ്പൊ അതുപോലെ ചെറിയ 2-3 വെളുത്തുള്ളി നമ്മൾ ഒന്ന് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വെളുത്തുള്ളി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പാത്രത്തിലേക്ക് കോരി വെക്കാം. ആ ഒരു വെളുത്തുള്ളിയുടെ മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സറൊക്കെ കഴിക്കുമ്പോൾ അതിനകത്ത് കിടക്കണം കണ്ടിട്ടില്ലേ. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് കറിവേപ്പില. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കറിവേപ്പില ആയിട്ടുണ്ട്. കറിവേപ്പില ഇട്ടപ്പോൾ നല്ലോണം പൊട്ടിത്തെറിച്ചു. കുറച്ച് ദൂരം മാറി നിന്നിട്ട് വേണം. കറിവേപ്പില കഴുകിയത് കൊണ്ടാണ് അതങ്ങനെ പൊട്ടിത്തെറിച്ചത്. അപ്പോൾ കറിവേപ്പില നമ്മൾ ഇടുമ്പോൾ നമ്മൾ സൂക്ഷിക്കും. അതൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് വീട്ടിൽ മക്കൾക്ക് ഇപ്പം നമ്മുടെ വറക്കലെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് പാത്രം ഒന്ന് മാറ്റി. നമ്മൾ മിക്സറിലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ വറുത്തെടുത്തു. അപ്പം നമുക്കിനി അടുത്തായിട്ട് എന്താ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ ആ വറുത്തെടുത്ത സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് പയ്യൊന്ന് ഒഴിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഈ വെച്ചിരിക്കുന്ന ഇതും കൂടി ഇത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഈ കടല ചേർത്ത് കൊടുക്കാം. ഇത് വറുത്ത് വെച്ചതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഈ കറിവേപ്പില നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇത് ഒരുപാട് ഒടിയാനുണ്ടെങ്കിൽ ഇങ്ങനെ പയ്യൊന്നങ്ങ് ഒടിച്ചിട്ടാൽ മതി. ഇങ്ങനെ ഒന്ന് പൊട്ടിച്ചാൽ മതിയത് തന്നെ അങ്ങ് ആയിക്കോളും. ഇതിനകത്തേക്ക് നമ്മൾക്ക് ഒരു ചെറിയ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു കുറച്ച് മതി, ഒരു ശകലം, ഒരു ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് മാത്രം. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ മിക്സർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും
ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ നമുക്ക് പെട്ടെന്ന് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മൾക്ക് മനസ്സോടുകൂടി ഉണ്ടാക്കി നമ്മുടെ മക്കൾക്ക് ഒരു കൂട്ടുമില്ല കലർപ്പും ഇല്ലാതെ നമ്മൾക്ക് മിച്ചറുണ്ടാക്കി നമ്മുടെ മക്കൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ.